അപ്പോൾ എടാ കുറേ നാളായല്ലേ നമ്മുടെ ന്യൂസിലാൻഡിലെ ഒരു ഹണ്ടിങ്. ഇന്ന് നമ്മൾ ചെറിയൊരു ഹണ്ടിങ് പരിപാടിക്ക് വന്നതാണ്. ഒരു രാത്രിയിലത്തെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അതെ നമ്മുടെ അലൻ്റെ പപ്പ വന്നിട്ടുണ്ട്, നമ്മൾ ജോയിച്ചാൻ്റെ പപ്പയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവർക്കൊരു ഹണ്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ്, ഇതൊക്കെ ഇവർക്ക് പ്രായവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ. ഇവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി വൈകിട്ടേ ഹണ്ടിങ്ങുള്ളൂ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ഒരു ഉച്ചയ്ക്ക് മുന്നേ ഞങ്ങൾ വന്നു. അതേപോലെ പപ്പ ഉന്നം തെളിയാനായിട്ടല്ലേ ഒരു ടെണ്ണമ്പല ഒടിച്ചിട്ട് കള്ളു പിടിച്ചിട്ട് നമ്മൾ നായിട്ടിട്ട് പോകല. ഇത് ഇനി കിടന്നുറങ്ങാൻ പോകും ഒരു 3 മണിക്കൂർ നേരം. അത് കഴിഞ്ഞ് പതുക്കെ ഏറ്റവും വൈകിട്ടേ നായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹണ്ടിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെയൊക്കെ കൊണ്ടുവരാം, ഹണ്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കാം. അതുപോലെ അടിപൊളി പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവരുമായിട്ട് പോകുന്ന നമ്മുടെ ഒരു ഹണ്ടിങ്, അതോടൊപ്പം വൈകിട്ടത്തെ നമ്മുടെ കുക്കിങ്. നമുക്കൊരു സാധനത്തെ പിടിച്ച് കമ്പേ നിർത്തി കറക്കണം അല്ലേ, ഒരു കുഞ്ഞാടിനെ പിടിച്ച് കമ്പേ നിർത്തി കറക്കണം. അതൊക്കെയാണ് അല്ല അപ്പാ, ഇതൊക്കെ ഒരു രസമല്ല. ഇത് കറക്കാനായിട്ട് സകല സാധനം ഉണ്ട് അവിടെ. അപ്പോൾ അതെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടോ. നിങ്ങളും പോലെ ഞങ്ങൾ ടെണ്ണമ്പല അടിക്കുക, ക്രാക്കണം കേട്ടോ. സൂപ്പർ റമ്മ്, നമ്മൾ റമ്മിൻ്റെ ആൾക്കാരെ മാറിയെന്നറിയാലോ. ഇനി തൊട്ട് നമ്മുടെ റമ്മ് ഇറങ്ങുവേ, അറിയാമല്ലോ. ഏപ്രിൽ തൊട്ട് നമ്മുടെ സ്വന്തം റമ്മ് വരുന്നുണ്ട്. ആ റമ്മിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ അതെ പപ്പ നേരോട്ട് പറഞ്ഞ ഒഴിക്കുക. ഇച്ചിരി എനിക്ക് ഇച്ചിരി ഉള്ളു. അപ്പോൾ അതെ നമ്മുടെ ഹണ്ട് തുടങ്ങുവാണ്. ഹണ്ട് ഇത് കള്ളടിച്ചല്ലോ തുടങ്ങുന്നത്. ഞങ്ങൾ ചെറിയ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. വൈകിട്ടാണ് ഹണ്ടിങ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ടെണ്ണമ്പല അടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഹണ്ടിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതെ ചിയേഴ്സ് കേട്ടോ. ചിയേഴ്സ് കേട്ടോ. അപ്പോൾ അതേ നമ്മളാണെങ്കിൽ വന്ന് ഉച്ചയ്ക്ക് വന്ന് നമ്മളാണെങ്കിൽ രാത്രിത്തേക്കുള്ളതാണെങ്കിൽ കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ചെറിയ പരിപാടിയാണ്. അപ്പോൾ അതേ എല്ലാവരും നല്ല ഇപ്പം ഹണ്ടിങ്ങിന് പോകാൻ സമയമായില്ല. അതെ അതെ. അപ്പോൾ അതേ ജോബിച്ചാനാണെങ്കിൽ ഇത് അവിടെ നിന്ന് നല്ല തിലോപ്പിയ കാണിച്ച് കേരള കരിമീൻ ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി ഗ്രില്ല് ചെയ്യാനാണ് കേട്ടോ. അതെല്ലാം ഫ്രഷ് ക്ലീൻ ചെയ്ത് ഇവിടെ കിട്ടുന്ന നമ്മൾ പാക്കൻസിൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ അലനാണെങ്കിൽ ഇവിടെ ഇവിടെ ചിക്കൻ തൈ മാരിനേറ്റ് ചെയ്ത് രാത്രിത്തേക്ക് എല്ലാം പിടിക്കാനായിട്ട്. അയ്യോ ഇതാണെങ്കിൽ ഇവിടെ നല്ല കേജൻ സീസണിങ് ആണ് കേട്ടോ. അതുകൊണ്ട് അതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നല്ലൊരു സൂപ്പർ ആടിനെ വെടിവെച്ച് അപ്പച്ചടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി വെടിവെച്ച് 2 ദിവസം മുമ്പേ കുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ നാട്ടിലേക്ക് പോകാം. ഇനിയും അല്ല എന്നെ ഇവിടെ കൊണ്ടുവരും എന്നാണ് ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെയാണ് നമ്മുടെ സ്ഥലം. അതെ അതെ. വർഷാവർഷം ഇവിടെ വന്ന ഈ നിങ്ങളുടെ കൂടത്തിൽ നിന്ന് കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ജീവിതത്തിന്റെ ധന്യത. പപ്പ ഈ അനുഭവത്തെ കുറിച്ച് പപ്പയുടെ ഒരു വിവരണം. അതെ, എങ്ങനെയുണ്ടായിരുന്നു? ഏതായാലും ഇവിടെ വന്നത് വളരെ ഒരു മനോഹരമായ ഒരു പ്രകൃതിയാണ് കണ്ടത്. അത് ഒരു നല്ല കാര്യം. നല്ല കാലാവസ്ഥയും നല്ല ഇതാണ്. ഞങ്ങളൊരു മാനിനെ വെടിവെച്ച് ഇന്ന് രാത്രി നല്ല തിലോപ്പി ആ ഗ്രില്ലെ കിടന്നങ്ങ് ഗ്രില്ലാന്ന് കാണാൻ എന്നെ രസമായിരിക്കും. ഓഫ്, അതിൻ്റെ കൂടെ നല്ല കാട്ട റമ്മും അല്ലേ? അയ്യോ കാട്ട റമ്മും ഉണ്ട്, ആ കൂടെ ജിന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ചിക്കൻ റെഡിയാണ്. ചിക്കൻ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രി കഴിക്കാനുള്ള സംഭവം നമ്മൾ ഡിന്നറാണ്. അപ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നുള്ളൂ. ആ കൂടെ നമ്മുടെ തിലോപ്പി അവിടെ സെറ്റാകുന്നു. അപ്പോൾ ഗായ്സ് നമുക്കാണെങ്കിൽ ഇത് രാത്രി ആണെങ്കിൽ നമുക്കിത് നമ്മുടെ അപ്പച്ചനാണെങ്കിൽ ആടിനെ ഒരെണ്ണം പിടിച്ചിട്ടായിരുന്നു രാത്രിത്തേക്ക് വെച്ചൊക്കെ. അയ്യോ ഈ ആട് നമ്മളാണെങ്കിൽ രാത്രി ആണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. കമ്പിയിട്ട് കറക്കുമോ അതിനെല്ലാം തന്നെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് നല്ല സൂപ്പറാക്കി നമ്മൾ വെക്കാൻ പോവാം. അപ്പോഴാണ് നമ്മൾ ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഓസ്ട്രേലിയയിൽ നമ്മുടെ ചേട്ടായി വന്നിട്ട് നമ്മളൊരു ക്വിക്ക് ഹണ്ടിങ്ങായിരുന്നു. വെതർ മോശമായിരുന്നു, എന്നിരുന്നാലും നമ്മൾ സാധനത്തെ അടിക്കാൻ നമുക്ക് പറ്റി. ഇപ്പോൾ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ഹണ്ടിങ് എക്സ്പീരിയൻസ് മനോഹരമായ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഹണ്ട് ചെയ്യണമെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ന്യൂസിലൻഡിലും ഹണ്ടിങ്ങിൻ്റെ ഗൈഡർ ഹണ്ടിങ് ഉണ്ട്. നമ്മളോട് രജിസ്റ്റേഡ് ഔട്ട്ഫിറ്ററാണ്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും ഉണ്ട് കേട്ടോ. നമുക്ക് തകർക്കാം. അപ്പം വെട്ടി പുക മയം. അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ വൈകിട്ടത്തെ ഹണ്ട് തുടങ്ങുവാണ്. ഇപ്പോൾ ഇവിടെ ഒരു 5 മണി ആകാറായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ടിയൊക്കെ ഓടിച്ച് പോകാം. കാരണം നമുക്ക് എല്ലാവരും കൂടെ പോകാൻ പറ്റില്ല. ഒരു കാരണവശാലും നമുക്ക് മൃഗത്തെ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വണ്ടി ഓടിച്ച് നമുക്ക് പോയിട്ട് പിന്നെ ഇവരവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞാനും ഒപ്പരായും ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകും. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇവർ വണ്ടി ഓടിച്ച് ജസ്റ്റ് മുന്നിലോട്ട് വരും. അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പോൾ നിങ്ങളും പോരെ
ഹോപ്പ്ഫുള്ളി നല്ല ഹണ്ടായിരിക്കും പ്രതീക്ഷിക്കാം കേട്ടോ. അതെ, പപ്പായൊക്കെ റെഡിയാ കേട്ടോ. ഹെഡ്ലൈറ്റ് വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. യോമിച്ചാൻ ഫ്രം കിടങ്ങൂർ ഇവിടെ റെഡി. ജോസങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് ഒരു ബുള്ളിനെ അടിച്ചുകൊണ്ട് വരുന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ജോസങ്ങൾ ഫ്രം പുന്നത്തറ. അപ്പോൾ നമ്മളത് എത്രയും പേര് എല്ലാവരും കൂടെ എല്ലാവർക്കും പോകാൻ പറ്റിയല്ല, കുറച്ച് പേര് മാത്രമേ പോകുന്നുള്ളൂ. ബഗ്ഗി എടുക്കുന്നുണ്ട്, ബഗ്ഗിയെ കയറും, നേരെ പോകുന്നു. അപ്പോൾ ഗായ്സ് നമ്മളിത് ഈ വണ്ടിക്കകത്ത് കയറി നമ്മൾ പോകട്ടോ, അല്ലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വരാൻ നേരത്താണെങ്കിൽ നമ്മുടെ പുറകെ വരും. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് നേരം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെ, അപ്പം നമുക്ക് പോയി കഴിയാൻ നേരത്തെ അറിയാം നമുക്ക് ആട് കിട്ടുമോ, മാൻ കിട്ടുമോ, ഇതുവരെ കിട്ടിയിട്ട് കണ്ടില്ല ഇതുവരെ. ചെല്ലാൻ നേരത്തെ അറിയാം. വൈകുന്നേരം ആയതുകൊണ്ട് എന്തെങ്കിലും ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഇത്ര നേരമായിട്ട് ആ പാടൊരു ആടിനെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഗായ്സ് നമ്മൾ വന്നിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ആട് പോകണം കേട്ടോ, കുറച്ച് 2 എണ്ണം. ബ്യൂട്ടിഫുൾ. അപ്പോൾ ഗായ്സ് നമ്മൾ നോക്കിയ ആടിനെ നമുക്ക് കിട്ടിയില്ല. അതാണെങ്കിൽ ആ ബുഷിനകത്ത് കയറി പോയി. അപ്പം എല്ലാം താഴെ നിൽക്കുക, വണ്ടി കൊണ്ട് പോരും. നമുക്കിവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് ഒത്തിരി പോകാറുണ്ട്. കുറച്ച് വേലി കുറഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് ചെയ്യാൻ നേരത്താണ് ഇനിയിപ്പം ഇതൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മളാണെങ്കിൽ ഇവിടെ നിന്ന് നടക്കുവാട്ടോ ഇനിയിപ്പം. അപ്പം അലനാണെങ്കിൽ അവർ 2 പേരെ കൊണ്ടുവരാനായിട്ട് അങ്ങ് തിരിച്ചു പോവാണ്. നമുക്ക് ഇനി പക്ഷേ അങ്ങോട്ട് ഒത്തിരി നടക്കാനുണ്ട്. അപ്പോൾ നടന്നു പോകാൻ വെച്ചാൽ ഇപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഇറങ്ങി വരാൻ സമയമായി. അപ്പോൾ ഇപ്പം ഇവിടെ വണ്ടിയും ഒത്തിരി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഗായ്സ് നമുക്ക് പല പ്രാവശ്യം ഇതിൻ്റെ മേളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് എന്തൊക്കെയോ പോയിട്ടുണ്ട്, അതിലൊക്കെ അറിയത്തില്ല. ഇതൊക്കെ നോക്കാം. അതിലവിടെ ക്ലിയറിംഗ് ഉണ്ട്. ആ ക്ലിയറിങ്ങിന് അവിടെ പോയാൽ അറിയാൻ പറ്റുള്ളൂ നമുക്ക് എങ്ങനെയുണ്ടോന്ന്. ഗായ്സ് നമുക്ക് സ്ഥിരം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കണ്ടില്ല. ആ സ്ഥലം ഇത് കണ്ടോ, ഈ ക്ലിയറിംഗ് ഉള്ള ഏരിയ ആയിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം സംഭവം വെച്ചാൽ ഇന്നാണെങ്കിൽ ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആട്ടോ. പക്ഷെ അതുകൊണ്ടായിരിക്കും മിക്കവാറും ഒന്നും ഇപ്പോൾ ഒന്നും ഇറങ്ങി വരുന്നില്ല. ഇപ്പോൾ എന്നാന്ന് പറ്റി അറിയത്തില്ല. നമുക്കെന്തായാലും താഴത്തെ പോയി നോക്കാം. നാലരയായി, 5:30 ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നടപ്പെന്ന് പറഞ്ഞാൽ നിസ്സാര നടപ്പല്ല, രസമല്ലേ? ഇതൊക്കെയാണ് ഹണ്ടിങ്ങിൻ്റെ ഒരു രസം. അപ്പോൾ ഗായ്സ് നമ്മളാണെങ്കിൽ നടന്നാണെങ്കിൽ ഏകദേശം കുറേ സ്ഥലത്തെത്തി. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇച്ചിരി ചാൻസ് ഉള്ള സ്ഥലം. പോന്നപ്പോൾ നാച്ചുറലായിട്ട് തേനീച്ച കൂട് കൂട്ടിയേക്കും ഓരോ. എൻ്റെ അമ്മോ, മനുക്ക ഹണി. അപ്പോൾ ഞങ്ങളതേ നടക്കും ഇങ്ങനെ. അപ്പോൾ അവരതേ അവിടെ വന്നിപ്പോണ്ട്. അയ്യോ, അപ്പോൾ ഗായ്സ് അവിടെ നമുക്ക് സാധാരണ ഒത്തിരി മാനം കാണുന്ന സമയമാകാത്തതുകൊണ്ട് അവിടെ കുറച്ച് ആട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത്രയും മേളിൽ വന്നിട്ട് നമുക്ക് ഇവിടെ നല്ല ക്ലിയറിംഗ് ഉണ്ട്. ഇവിടെ അവന്മാർ ഇതിനിടയ്ക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്നാലേ കുറച്ച് ചെയ്യാൻ നേരത്ത് ഇവിടെ ഇറങ്ങി ഇവിടെ നോക്കാം നമുക്ക്. അപ്പോൾ ഗായ്സ് നമുക്കാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് തരുമൊന്നും കിട്ടിയില്ല കേട്ടോ.
അപ്പം ദേ അവരെ വിളിച്ച് വരുത്തി നമുക്കിനി വേറെ സ്പോട്ടിലേക്ക് പോയി നോക്കാം. ഈ സ്ഥലത്ത് രക്ഷയില്ല. അയ്യോ അപ്പുറത്തെ മലയിൽ ഇരുന്ന് മടുത്തോ? മടുത്തോ? ഇല്ല മടുത്തൊന്നുമില്ല. വേറെ അപ്പുറം വലിയൊരു കുന്നുണ്ടോ അവിടെ? അപ്പോൾ ഗായ്സ് നമ്മൾ രാത്രി കുറേ നേരം നോക്കി. അപ്പോൾ നമുക്ക് അവിടുന്ന് മാനയും കിട്ടിയില്ല, ആടിനെ കിട്ടിയില്ല. അപ്പോൾ നമ്മളത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ജസ്റ്റ് വന്നപ്പോൾ ഒരു ആടിനെ കണ്ട്. അപ്പോൾ ആടിനെ നോക്കാനായിട്ട് പയ്യെ ഇറങ്ങി നോക്കിയതാണ്. പക്ഷേ രക്ഷയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വിടി കഴിഞ്ഞു. എൻ്റെ പൊന്ന് ഗായ്സ്, നമ്മൾ വന്നപ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിൽ ബുള്ളിപ്പുണ്ട്. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. പക്ഷെ പണ്ടാരപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ വരുന്ന വഴിക്ക് അപ്പുറത്തെ സൈഡിലാട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല. അവനെടുക്കാനായിട്ട് അവന്മാരെല്ലാം തൊട്ടപ്പുറത്തെ ക്രീക്കിലാണ്. ബ്ലാക്ക് എന്നാ വലുതാന്ന് നോക്കിയോ. എൻ്റെ അമ്മോ, എൻ്റെ പൊന്നോ, എന്തോ ഒരു സാധനം വരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പുറകെ ബ്ലാക്ക് ഉണ്ടോ പുറകെ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ വൈൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഹണ്ടിൻ്റെ പരിപാടി. ബാക്കി പരിപാടി നാളെയാണ്. ഇനിയിപ്പം നാളെ രാവിലെ ആയിട്ട് നമ്മൾ പോകാൻ ഓർത്തോണ്ടിരിക്കുന്നത്. ഇനി പോവുക, 2 അടിക്കുക, നല്ല സൂപ്പർ ഫുഡ് കുക്ക് ചെയ്യുക. അല്ല വാ, ഇതൊക്കെയാണ് ഈ കാറ്റിൽ അടിക്കാൻ തന്നെ. തീയൊക്കെ ഇട്ട് നമുക്കങ്ങ് സെറ്റ് ചെയ്യാം. അതൊക്കെയാണ് നമ്മുടെ പരിപാടികളോട്ടോ. അപ്പോൾ നേരെ കിച്ചണിൽ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വൈകുന്നേരത്തെ ഹണ്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പം ദേ നമ്മുടെ 2 പപ്പാന്മാരും തിരിച്ചെത്തി സന്തോഷത്തോടെ തന്നെ വന്നു. ജോമിച്ചാൻ ദേ നേരെ വന്നിട്ട് തീയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് അങ്ങനെ പോകാം. ഏതായാലും നായാട്ടോ നടന്നില്ല. പിന്നെ ഒരു മൃഗത്തെയും കിട്ടിയില്ല ഇന്ന് പോയിട്ട്. പക്ഷേ ഇന്നൊരു വെതർ ഭയങ്കര മോശമായിരുന്നു. വിൻഡ് ഞങ്ങൾക്ക് എതിരായിരുന്നേ. ഇതൊക്കെയാണ് നായട്ടിൻ്റെ ഒരു രസം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു 2 ദിവസം എപ്പോഴും വെക്കുന്നതാണ് നായട്ടിൻ്റെ വേണ്ടി. കാരണം ഇന്ന് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല. പക്ഷേ നാളെ രാവിലെ ചിലപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് സാധനം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി കേട്ടോ. ഇനി നമുക്ക് 2 എണ്ണം കഴിച്ച് ഫുഡ് കഴിച്ച് അതെ. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് വലിയ കുറേ നാളായിട്ട് കാണാതിരുന്ന കാട്ടുപുലി കൂട്ടത്തെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഓർത്ത് അത് വേറെ സ്ഥലത്തേക്ക് ഒരു കാട് കയറി പോയെന്ന് ഓർത്തത്. പക്ഷെ ഇന്ന് ഏതായാലും എന്നോട് അപ്പച്ചൻ തന്നെ പറഞ്ഞത് കുറേ നാളായിട്ട് അവരതിനെ കാണാറ് പോലില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഏതായാലും സംഭവം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സാധനം അതേ കുമറയുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഈ ഓവനിലേക്ക് കയറ്റും കേട്ടോ. ഈ ഓവൻ എന്ന് പറഞ്ഞാൽ ഒരു 1975 നിർമ്മിതമായിട്ടൊരു ഓവനാട്ടോ. ടിപ്പു സുൽത്താൻ ഉള്ള സമയത്ത് ചിലപ്പോൾ ഉള്ള ഓവനാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ കാലഘട്ടത്തിലുള്ളതാണ്. അടുത്തത് കുമറ. ഇതിൻ്റെ പവർ കാണണം. ഇതിൻ്റെ കുമറ കയറ്റി നമ്മളിത് അടയ്ക്കും കേട്ടോ. അപ്പോൾ ഈ തീ അവിടുന്ന് ചൂടായി ഇത് മൊത്തം കയറി. അപ്പോൾ നമ്മുടെ രാത്രി ചെറിയ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ജിന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് പപ്പ വന്നപ്പോൾ കൊണ്ടുവന്നാണ്. അടിപൊളി സാധനം, ഒരു ഉജാല പോലെ ഇരിക്കുന്നത്. അതിൻ്റെ കളറാണ് ഞെട്ടാൻ പോകുന്നത്. സ്പ്രേ അടിക്കാൻ തോന്നുന്നു. അതിൻ്റെ കളർ നോക്കണം. ആഹാ, നീലം പോലെ ഇരിക്കും അല്ലേ. നോക്കണോ വളരെ സ്മൂത്ത്, നല്ല ടേസ്റ്റാ. അടിപൊളി ടേസ്റ്റ്. പപ്പാ മൃഗവും കിട്ടിയില്ല. നാളെ കൊണ്ടുവന്നേ, നമുക്ക് പഠിക്കാനൊന്നുമില്ല. അപ്പത്തേ അല്ലെന്തേ നല്ല സൂപ്പർ വിറകൊക്കെ പുറകിൽ നിന്ന് വിറയ്ക്കൊണ്ട് വന്നത്. ഇപ്പൊ ചെറിയ തണുപ്പായല്ലേ ഇവിടെ? ചെറിയ തണുപ്പായി. ഇപ്പൊ നമ്മുടെ തീയൊക്കെ ഇട്ട് നമ്മൾ ഇവിടെ ഒരു ബാർബിക്ക് സെറ്റ് ചെയ്യാൻ പോട്ടോ. ക്യാമ്പ് ഫയർ സ്പീക്കർ ഉണ്ടല്ലേ? ഇപ്പം ജോസങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു കള്ളാട്ടോ. ഇവിടുത്തെ ഇപ്പം ഇറങ്ങിയ നല്ല സൂപ്പർ കള്ള്. ജോസങ്ങളിലുള്ള കള്ള്. ജോസങ്ങൾ കള്ള് മാത്രമാണ് പറഞ്ഞത് ഇഷ്ടമുള്ളത് അല്ലേ? അതെ അതെ അതെ. ഇന്ന് അടിച്ച് പൂസാവും. നമ്മളാണെങ്കിൽ ഇത് പുറത്ത് തീ സെറ്റ് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ ആണെങ്കിൽ ഒന്ന് കളർ ആയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ലാമ്പും
നമ്മുടെ ലാമ്പ് ഇവിടെ ഉണ്ട്. അപ്പച്ചൻ ഇങ്ങോട്ട് നമ്മൾ 2 കാല് അന്നേരം നമുക്ക് കുറച്ച് നേരം ഓവന് കയറ്റാം കേട്ടോ. അപ്പം നല്ല കോണുണ്ട്. ലാമ്പേ നന്നായിട്ട് ഇതായെങ്കിലാകും. നല്ല തീ സെറ്റ് ചെയ്ത് നമ്മളിത് ഇതിന് ചുറ്റിന് ഇരുന്നുണ്ട്. ചെറിയ ജിന്നും ലാമ്പും കുറച്ച് മീനുണ്ട്. എല്ലാം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. മീനങ്ങോട്ടാ വെക്കണം. ദിവസങ്ങളെ എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം? ഇവിടുത്തെ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്കാണെങ്കിൽ പരിപാടിയാണ്. നമുക്ക് അങ്ങനെ നല്ല കാലാവസ്ഥയാണ്. അതെ, കാലാവസ്ഥയും കൊണ്ടും നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട്. അതെ, കറക്റ്റ് ആയിട്ട് നമുക്ക് എന്നാ പറയണ്ട, ഒരു വലിയ തണുപ്പുമില്ല, എന്നാൽ വലിയ ചൂടൊന്നുമില്ല, വലിയ ഇതുമില്ല. സുഖമായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ അതെ ഉള്ള ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ ഈ കാടിന് നടുക്കുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഹട്ടിൽ താമസിക്കുകയോ ആ കൂടെ നമുക്ക് പുറത്ത് തീയൊക്കെ ഇട്ട് ഇതുപോലെ ഒരു പരിപാടി അല്ലേ? അടിപൊളി അപ്പൊ നാട്ടിൽ പറ്റുമോ ഈ പരിപാടി? ഈ പരിപാടി പറ്റിയല്ല. അപ്പോൾ ഇത് നമ്മുടെ ടച്ച് റെഡി ആയിട്ടുണ്ട്. ടച്ചായിട്ട് എവിടെയാണെങ്കിൽ നല്ല കേരള കരിമീൻ നല്ല സൂപ്പറായിട്ട് വറുത്തെടുത്തുണ്ടായിരുന്നു. അതിപ്പോൾ അറ്റാക്ക് ചെയ്ത സാധനം അവസാനം മുള്ളു മാത്രമേ ഉള്ളൂ. അതെ, അവശിഷ്ടമായി. പിന്നെ ആണെങ്കിൽ ഇതേ ഇവിടെ നമ്മുടെ തണ്ണിമത്തനുണ്ട്. അതുപോലെ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത നല്ല ചിക്കൻ ഫ്രൈ. അയ്യോ, ഒരു രക്ഷയില്ല. എല്ലാവരും ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതുപോലെ ഹണ്ടിങ്ങിനൊക്കെ വരാൻ നേരത്ത് ഇതുപോലെ ഒരു എന്നാ പറയണ്ടേ, കള്ളക്കടിച്ച് ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് രാത്രി കഴിക്കാൻ നേരത്ത് മാറ്റി കൂട്ടുന്നത് നമ്മള് ഇത് വേണം നമുക്ക് റൂമിൽ ഇരുന്ന് അടിക്കാം നാട്ടില്, അല്ലെങ്കിൽ ഹോട്ടൽ റൂമിൽ ഇരുന്ന് അടിക്കാൻ കിട്ടിയല്ല, ഈ സുഖം കിട്ടിയല്ല. നല്ല ഒരു പരിപാടിയാണ്. എല്ലാം കൂടെ അത് കഴിഞ്ഞ് അടിച്ച് പൂസായി കിടക്കാൻ ബെഡ് റെഡി. നമുക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. എല്ലാം സെറ്റപ്പ് ചെയ്യാം. നാളെ ഇവിടെ പോകുന്നില്ല, സാധനം കിട്ടില്ല. നാളെ എന്നാ പറഞ്ഞേക്കുന്നതാണെങ്കിൽ നാളെ സാധനം ഇവിടെ കിട്ടാതെ പോയില്ലെന്ന് പറഞ്ഞു. നാളെയല്ല, 2 ദിവസം കഴിഞ്ഞാലും അല്ലേ? നാളെ കിട്ടും. ഇനി കിടങ്ങൂർക്ക് പോകണ്ടെന്നാ പറയുന്നത്. അപ്പൊ കേസ് നമ്മുടെ ഒരു ഇനിയിപ്പോ 2.5 അടിച്ച് എല്ലാവരും ഒരു ഉഷാറായല്ലോ പപ്പ. ഇനി നമുക്ക് 2 അകത്ത് പോയി വർത്താനം പറഞ്ഞ് കുറച്ച് കിടക്കാം. അത് കഴിഞ്ഞ് രാവിലെ കേൾക്കാനുള്ളല്ലോ, നമുക്ക് രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ കേൾക്കാനുള്ളതാണ്. രാവിലെയാണ് നമ്മുടെ ബാക്കിയുള്ള ഹണ്ടിങ്ങിന്റെ പരിപാടികൾ കേട്ടോ. എല്ലാം കൂടി നല്ലൊരു കാലാവസ്ഥയായിരുന്നു. എന്നാൽ വലിയ തണുപ്പുമില്ല, എന്നാൽ ചെറിയൊരു ഇളം തണുപ്പും, എന്നാൽ ഒരു നല്ല സുഖവും, നല്ലൊരു ചെറിയ കാറ്റൊക്കെ ആയിട്ട് നല്ല ചൂട് കാട്ടാടിന്റെ ഇറച്ചി കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അടിപൊളി സാധനം കാട്ടാടിറച്ചി ഇനിയാണ് ബാക്കി കണ്ട അവിടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അവിടെ വേറെ കാട്ടാടിരിക്കുന്നു. സൂപ്പർ അല്ലേ? ആ കൂടെ നല്ല സൂപ്പർ റമ്മും അല്ലേ? അടിപൊളി പരിപാടിയാണ്. ഇടങ്ങൂര് ഇത് പറ്റിയല്ല. പാപ്പാ, ആനപ്പാപ്പനല്ലെന്നറിയാം, എങ്കിലും വേട്ടയില് അങ്ങനെ ഒരു പാപ്പനാന്നുള്ളത് അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകത്തിന് മുഴുവൻ അറിയാം. അപ്പൊ ഈ നമ്മുടെ ഈ സാഹസികത എന്താണ് അങ്ങയുടെ മുമ്പിൽ ഈ സാഹസികതയുടെ ഒരു ആരംഭം? ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നായട്ടിന് നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, പിന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു നായാട്ട് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ, പണ്ടിൻ്റെ അമ്മാച്ചൻ എന്നോട് പറഞ്ഞാൽ എടാ ജോസൂട്ടി, നമുക്ക് ഈ നായാട്ടിൻ്റെ ലഹരി തലേ കയറി കഴിഞ്ഞാൽ പിന്നെ കള്ളും പെണ്ണും ഒന്നും അല്ല, ഇതാണ് ഏറ്റവും വലിയ ലഹരി. എനിക്ക് ആ ലഹരിയായി പോയി. അതാണ് ഒരു നായാട്ട് കഴിഞ്ഞാൽ അടുത്ത നായാട്ടിലേക്കുള്ള നോട്ടമാണ് നമ്മുടെ ജീവിതം തന്നെ. ഇപ്പം ഇന്നൊരു നായാട്ട് കഴിഞ്ഞാൽ അടുത്തൊരു നായാട്ട് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അതുവരെ ജോലി എടുക്കാനൊക്കെ നമുക്കൊരു ആവേശം, നായാട്ടുണ്ടല്ലോ മുന്നിൽ, അതിനുവേണ്ടി നമ്മൾ ചെയ്യും. അതൊക്കെയാണ് അതിൻ്റെ ഒരു രസം നായാട്ടിന്. ജീവിതത്തിലൊരു സംതൃപ്തി തോന്നിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇതെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യങ്ങളിൽ ഒന്നായത്. അപ്പോൾ നമ്മുടെ രാവിലെ എഴുന്നേറ്റുമാണ്. എഴുന്നേറ്റ് ഇപ്പം തുലിക്കാനായിട്ട് ചെറിയ ചാറ്റ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് മഴ ഇവിടെ പറഞ്ഞല്ല, പക്ഷേ ചെറിയ മഴയാണ്. പക്ഷേ നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ. ഒപ്പിളി നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് പോവുക. കാരണം മഴ കലശലായാൽ ഇന്നത്തെ പരിപാടി ഫുള്ള് കുളമാകും.
അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ഒന്നും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിയിട്ടിട്ട് നമ്മൾ ഹട്ടിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്താണെങ്കിൽ കുറച്ച് സ്റ്റാഗ് നിൽപ്പുണ്ട്. ആ സമയത്ത് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. നമുക്കറിയത്തില്ല എന്ത് ചെയ്യുന്നു. നോക്കാം. എൻ്റെ ഗൈസ് അവിടെയാണെങ്കിൽ കുറേ മാന്യമുണ്ട്. അവിടെ ഉണ്ട്, അവിടെ നിൽപ്പുണ്ട്. നമ്മളെ കാണാൻ എന്തോന്ന് അറിയുന്നില്ല. ഭയങ്കര ക്ലിയർ പ്ലേസ് അവിടെ. ഓ ആ കൂടെ ഒത്തിരി ശാഖമുണ്ടോ ചേട്ടാ? ഗൈസ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ അവിടെ പോയിട്ട്. ആ ഇല്ല, അത് ഈ പോകുന്നതാണോ? ക്യാമറ കണ്ടു ഇതുണ്ട്. അതല്ല ഇത് നോക്കി, ഇതെന്നതാണല്ലേ? എനിക്ക് അത് തന്നെയാണ്ടത്. അത് ഇതല്ല ആശ് കയറി പോയത് പുറകെ. അതുകൊണ്ട് എന്തെങ്കിലും പോലെ ഒരു ഷോട്ടും എടുത്താണെങ്കിൽ ഗായ്സ് അതിനകത്താണ് നിൽക്കുന്ന ഓർണത്തിന് കൊണ്ടുപോകണ്ട കേട്ടോ. നിൽക്കുന്നല്ലേ ആ ഏറ്റവും മേളത് ലെഫ്റ്റ് സൈഡിലല്ലേ? കിട്ടി കിട്ടി ഉണ്ടോ? ചോര ഉണ്ടോ? ആ ഓക്കെ. വീണ് 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 അത് വീണ് വീണോ? ആ അത് വീണ് 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 ഓർത്തോടെ ചോദിച്ചാലോ? ഓർത്തോട്ടെ കറുത്തൂടെ ഏട്ടാ ഏട്ടാ എത്ര അവിടെ ചോദിച്ചേ? ഓർമ്മ ദൈവം ഓർമ്മ താഴെ നിൽക്കുന്നല്ലേ? അല്ല രണ്ടെണ്ണം വീണോ? നീ നിൽക്കുന്നു ഓർമ്മ കൂടെ അതല്ലേ നിൽക്കുന്നല്ലേ? അല്ല നിൽക്കുന്നല്ല, അവർ താഴത്തെ വീണു. നീ നിൽക്കുന്നതിന് ഓർമ്മ കൊടുക്കട്ടെ. എന്നിട്ട് നമ്മൾ വെടിവെച്ച സാധനം ഉണ്ടോ? ഉണ്ടോ? ആ അത് ഓടി. യെസ് രണ്ടെണ്ണം വീണു. അയ്യോ നമ്മുടെ കഷ്ടപ്പാട് എപ്പോൾ തുടങ്ങിയതാണ്. അയ്യോ ഏതാടാ പറഞ്ഞു പേഷ്യൻസ് ക്ഷമ ഉണ്ടല്ലോ നടക്കും. ഇത്ര നേരം കൊണ്ട് നിന്നിട്ടാണെങ്കിൽ ഒരു സാധനം ഇപ്പോഴാണ് വീണത്. എൻ്റെ അമ്മോ രണ്ടെണ്ണം കിട്ടുന്നു, ഒന്നിന് വരെ രണ്ട്. അത് എവിടെ ഡെഡിക്കേഷനും നമ്മുടെ ആ ഒരു കഷ്ടപ്പെടാനുള്ള ഇതുണ്ട്. നമ്മൾ വിട്ടുവരുന്നുണ്ട്. തണുത്തിട്ട് എൻ്റെ കൈ മരക്കുമായിരുന്നു. ഞങ്ങളാണെങ്കിൽ അത്രയും വില കേട്ടോ വന്നേ. ആ മേളിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്ന് കുറേ നടപ്പ് വന്നിട്ട് ഇവിടം വരെ എത്തി. എടാ അപ്പുറം നടപ്പണതേ നമ്മളാണെങ്കിൽ എങ്ങനെയൊക്കെയോ നമ്മളൊരു രീതിയിൽ നമ്മൾ താഴെ എത്തി കേട്ടോ. താഴെ എത്തി നമ്മുടെ ആദ്യം വെടി വെച്ചാൽ ഇവിടെ ഉണ്ട്. ഇത് കിടക്കുന്നത് ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് സാധനം കേട്ടോ. ഡീസൻറ്റ് സാധനം നമുക്ക് അധികം കാണിക്കാൻ പറ്റത്തില്ല, ചോരയായതുകൊണ്ട്. അവിടെ ഉരുണ്ടുപോയി ഉണ്ടോ? ഓക്കെ. രണ്ടാമത്തെ അവിടെ കിടപ്പുണ്ട്. ഓർണ അവിടെ, ഓർണ ഇവിടെ. ഞങ്ങൾ ഏതായാലും ഇതിനെ കട്ട് ചെയ്ത് പതുക്കെ ഇതിപ്പോൾ ഞാൻ എപ്പോഴും ഓരോന്ന് തോള കയറ്റുക എന്നുള്ളൂ. ഭയങ്കര സ്റ്റീപ്പാട്ടോ ഇവിടെ. സ്റ്റീപ്പായിട്ടുള്ള കയറ്റാ. മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മേള് വരെ എത്തിക്കണം നമ്മൾ. അത് കഴിഞ്ഞ് പിന്നെ നേരെയുള്ള സ്ഥലമാണ്, എന്നാലും നടക്കണം. അപ്പോൾ താഴെ തൊട്ട് നമുക്ക് ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് കട്ട് ചെയ്യലടാ, സെറ്റ് ചെയ്യാം. അപ്പോൾ മാന എടുക്കാനായിട്ട് അല്ലാണെങ്കിൽ സഹായത്തിന് നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആണെങ്കിൽ വരാൻ പറ്റിയല്ലോ, വണ്ടി കൂടെ വരാൻ പറ്റിയില്ല. വണ്ടി നമ്മൾ ഉദ്ദേശിച്ചില്ല വരാൻ പറ്റുന്നു, പക്ഷേ നടക്കില്ല. നമ്മൾ ചുമന്ന ഒരു രീതിയിൽ നമ്മൾ എത്തിക്കേണ്ടി വരും മിക്കവാറും. വയ്യ പോര്. അപ്പോൾ കേസ് നമ്മൾ താഴേന്ന് സാധനത്തെ ഒരു തരത്തിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ താഴത്തെ നിങ്ങൾ നോക്കണം, അല്ല ഒന്ന് കാണിച്ചു കൊടുക്കണേ. ആ താഴത്തെ ആ അടിവാരത്തിൽ ഞങ്ങൾ അതിൻ്റെ ആ കീഴായിരുന്നു സാധനം കിടന്നേ. അവിടുന്ന് അടിച്ച് ഇവിടം വരെ കയറ്റി. ഇനി ഞങ്ങൾ നേരെ പോവാ. കുറേ പോകാനുണ്ട് കേട്ടോ, കുറേ നടക്കാനുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മുടെ നായാട്ടിൻ്റെ അവസാനം കേട്ടോ. ഞങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇന്ന് രാവിലെ മഴയായിരുന്നു, ഭയങ്കര ടഫ് വെതറായിരുന്നു. ഞങ്ങൾ കുറേ സ്റ്റോക്ക് ചെയ്ത് ഈ താഴെ കാണുന്ന കാട്ടിക്കൂടെ കുറേ നടന്നാണ് നമുക്ക് കാടിൻ്റെ താഴെയാണ് സാധനത്തെ കിട്ടിയത്. അവസാന സാധനത്തെ അതിന് കിട്ടി. ഞങ്ങൾ ഒരു തരത്തിലാണ് മൂടി വലിച്ചെത്തിച്ചു. ഭയങ്കര തെന്നലും ഒടുക്കുന്ന മഴ. ഇനി കുറേ നമുക്ക് ദൂരം നടക്കാനുണ്ട്. എന്നാൽ അപ്പോൾ ഇപ്പോൾ വെതർ നോക്കിയായിരുന്നു കേട്ടോ. ഈ താഴെ കാണുന്ന കാട്ടിൽ നിന്നാണ് നമ്മൾ വെടിവെച്ചത്. അതൊക്കെയാണ് ഹണ്ടിങ്ങിൻ്റെ എപ്പോഴും ചലഞ്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈസി ആയിരിക്കില്ല, ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇന്ന് ഏതായാലും ഇച്ചിരി ടഫ് ഹണ്ടിങ് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് 2 എണ്ണത്തെ കിട്ടി പെട്ടെന്ന് തന്നെ. 2 ദിവസം ഒരെണ്ണത്തെ വെടിവെച്ച് അത് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിന് വേറെ ഒരെണ്ണത്തിൽ കൊടുത്തു. നമുക്ക് 2 എണ്ണത്തെ കിട്ടി. ഏതായാലും എൻഡ് ഓഫ് ദി ഡേ ഹാപ്പി ഹണ്ടിങ്. നമ്മളെ ഹണ്ട് കഴിഞ്ഞ് വന്ന് നമ്മളിനി ഒന്ന് സ്കിന്നി കേട്ടോ. അപ്പോൾ ഇനി സ്കിന്നി ചെയ്ത് പിന്നെ നമുക്കൊരു സെറ്റ് ചെയ്ത് ഒരു കുക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യണം. അതും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുന്നത്. പോലെ അല്ല പപ്പാ 2 എണ്ണമൊക്കെ അടിച്ച് എന്തായാലും ഇവിടെ വന്നിട്ട് 2 പേർക്ക് സന്തോഷമായി. ഇത് വന്നിട്ട് 2 മാന കിട്ടി.